ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടൊരു 4 മണി പലഹാരമാണ്. അരിപ്പൊടിയോ റവയോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് റവയും 1 കപ്പ് തൈരും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് തീയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് മാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് ചേർക്കാം, എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി. അതുപോലെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അപ്പാടെയുള്ള 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തത്. അപ്പോൾ പൊടി ചേർക്കേണ്ട, കുരുമുളക് തന്നെ എടുത്താൽ മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്യാം. പത്തിരി പോലെയൊക്കെ ചുട്ടെടുക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതാ പത്തിരി പോലെ തന്നെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം നടുക്കൊരു തുള വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അങ്ങനെ മാവ് മുഴുവനായിട്ട് നമ്മളിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു വടയുടെയൊക്കെ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ കാണാനൊരു ഭംഗിയല്ലേ. അപ്പോൾ അതുപോലെ ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മാവൊക്കെ ഓൾറെഡി വെന്ത് വന്നതാണ്. ഇനി എണ്ണയിലിട്ട് 2 ഭാഗവും ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗവും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്നാക്കല്ലേ. പച്ചരിപ്പൊടിയും റവയൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. 2 ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വട പോലെയൊക്കെ തന്നെ ഉണ്ടല്ലേ കാണാൻ. അതുപോലെ തന്നെ ഇട്ടാ ടേസ്റ്റും അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ എണ്ണ കുടിക്കുന്നൊന്നും പേടിക്കൊന്നും വേണ്ട. നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കാതെ ഇരുന്നാൽ മതി. ഒരു പത്തിരിയുടെ ഒരു പാകത്തിൽ തന്നെ മാവ് റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്